എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 46-ാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. പുനരപ്യഥ ബാലകൈ സമം ത്വയി ലീലാനിരതേ ജഗത്പദേ ഫലസഞ്ജയ വഞ്ചനക്രുധാ തവ മൃദ്ഭോജനമൂചുരർഭഗാഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. പുനരപ്യഥ, പുന അപി അധ, പിന്നീട് ഒരിക്കൽ കൂടി, ബാലകൈ സമം, സമപ്രായക്കാരായ കൂട്ടുകാരുടെ കൂടെ, ത്വയി അങ്ങ്, ലീലാനിരതേ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജഗത്പദേ ഹേ ഈ ജഗത്തിൻ്റെ എല്ലാം നാഥനായ കൃഷ്ണ, ഫലസഞ്ചയം പലതരം പഴങ്ങൾ, വഞ്ചനക്രുധ കൂട്ടുകാരെ പറ്റിച്ച് പലതവണ മോഷ്ടിച്ച ദേഷ്യത്താൽ, തവ അങ്ങ്, മൃദ്ഭോജനം മണ്ണ് ഭക്ഷിച്ചു എന്ന്, ഊജു പറഞ്ഞു, ആര പറഞ്ഞേ, അർഭക കൂടെ കളിച്ചിരുന്ന കുട്ടികൾ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ വിശ്വനാഥ, മറ്റൊരിക്കൽ ബാലകരൊത്ത് ലീലാവിനോദങ്ങളിൽ വ്യാപൃതനായിരുന്ന അങ്ങ് അവരുടെ പഴങ്ങൾ പതിവായി മോഷ്ടിച്ചു. തങ്ങളുടെ നഷ്ടത്തിൽ ക്രുദ്ധരായ ബാലകർ അങ്ങ് മണ്ണു ഭക്ഷിച്ചുവെന്ന് പറഞ്ഞു പരത്തി. ശരിക്കും പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് മണ്ണ്. നമ്മളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണ് തന്നെയാണ്. മണ്ണിൽ നിന്നല്ലേ അരിയും പച്ചക്കറിയും എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന കുമ്പളങ്ങയും വെള്ളരിക്കയും ഒക്കെ എന്താ, മണ്ണ് തന്നെയല്ലേ? അതാണ് ഭഗവാൻ കാണിച്ചു തരുന്നത് എന്ന് ചിന്തിച്ചാലും തെറ്റൊന്നും ഇല്ല. ഇവിടെ കുട്ടികൾ ഒരു കുറ്റം കണ്ടുപിടിച്ചു യശോദാമ്മയോട് പറഞ്ഞു കൊടുത്തു. അത് കാരണം യശോദാമ്മ ഭഗവാനോട് വായ തുറക്കാൻ പറയാണ്. ഇത് ഭാഗവതത്തിലും ഇങ്ങനെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നൊന്നും ഇല്ല. ഏതൊരു ശ്ലോകം, അത് ഗീതയിലെ ആവട്ടെ, നാരായണീയത്തിലെ ആവട്ടെ, ഭാഗവതത്തിലെ ആവട്ടെ, എടുത്ത് അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ അതിന് നമുക്ക് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഇവിടെ ഭട്ടേരിപ്പാടിന് തോന്നി ഇതിങ്ങനെ ആയിരിക്കാം, കുട്ടികൾ ഏഷണി പറഞ്ഞതുകൊണ്ടായിരിക്കാം എന്ന് തോന്നി. അപ്പം അങ്ങനെ ഒരു ശ്ലോകം എഴുതി, അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം ഭക്ഷിക്കുന്നത് എന്താ, മണ്ണ് തന്നെയാണ്. ഹരേ കൃഷ്ണ.